പ്രശാന്ത് സാർ, നമ്മൾ പൊതുവെ ഇപ്പോ പറയുമ്പോൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസനത്തിന്റെ പൊൻതൂവൽ എന്നൊക്കെയാണ്. അപ്പം കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു പൊൻതൂവലായി മാറുന്ന നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷെ ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷമാണ് ഇതാ വലിയ പ്രശ്നം. ഇതിന്റെ പിതൃത്വം സംബന്ധിച്ചൊരു ഒരു ഒരു തർക്കം ഇതാ കോൺഗ്രസിനും CPM-നും ഇടയിൽ അതിരൂക്ഷമാണ് ഇപ്പോഴും. ഉമ്മൻചാണ്ടിയുടേതാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു, അല്ല ഞങ്ങളുടേതാണെന്ന് CPM പറയുന്നു. ഈ ഒരു അവകാശ തർക്കത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? വിഴിഞ്ഞം പദ്ധതി ഈ ഉമ്മൻചാണ്ടിയുടേതാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വിഴിഞ്ഞം പദ്ധതി ചർച്ച ചെയ്ത് കൊണ്ടുവന്നത് VSH ആണത്. അപ്പൊ ഈ കേന്ദ്രത്തിലെയും കേരളത്തിലെയും ആയാലും ഇപ്പോഴുള്ള വികസന കാര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്. അത് ആരുടെയും ആണെന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞിരിക്കുന്ന നല്ല പരിപാടി വരുമ്പോൾ സമരം ചെയ്ത് നടപ്പാക്കാൻ നോക്കത്തില്ല, എന്നിട്ട് അവര് വരുമ്പോൾ നടപ്പാക്കും. അത് +2ന്റെ കാര്യത്തിൽ ചെറുതായിട്ട് പേര് മാറ്റും. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ പണ്ട് +2ന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റേ കാര്യത്തിൽ വരെ ഓരോ ദിവസത്തിന് അവരുടെ ഒരു കാര്യം. കാരണം ഇതിനകത്ത് രണ്ടുണ്ട് ഗുണം. ഒന്ന്, അവരുടെ സമയത്ത് ഇരുന്നപ്പം നടത്തിയെന്നുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം ഇച്ചിരി ചിമ്പിടി കിട്ടും, ചിമ്പിടി. അപ്പൊ ചിമ്പിടി മറ്റവർക്ക് കിട്ടാതെ ഇവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ട് ഗുണമാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഈ അവർക്ക് അത് തടയാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ സമരങ്ങൾ ഏറ്റെടുത്താൽ ഭരണസ്തംഭനം ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടും ഒക്കെ വിഷയമുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞു വന്നെങ്കിലും ഈ ഇതിനകത്ത് ഉമ്മൻചാണ്ടി ഇതിനകത്തൊരു വലിയ സ്ട്രെയിൻ ഏറ്റെടുത്തിരുന്നു. അന്ന് ഈ വിഷയം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ആൾക്കാരെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചു. അദാനി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായി, ഒരു മുതലാളിത്ത സാമ്രാട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളിത്തത്തിന്റെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണ് ഇവിടെ വരാൻ പോകുന്നത്, ഈ പോർട്ട് ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിലാകെ പോവും, ഈ ഇന്ത്യയുടെ സമ്പത്ത് അല്ലെ കേരളത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സമരവും ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടി റോഡിലൊക്കെ ഇറങ്ങി ഈ രീതിയിലൊക്കെ ഉള്ള ചർച്ചകളാണ്. എല്ലാം സ്വകാര്യ മേഖലയിൽ കൊണ്ട് കൊടുക്കുകയല്ലേ, ഇത് കണ്ടില്ലേ, ഇത് ജനവിദ്യ. എന്റെ പൊന്നു നീതു, ഈ പോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ വലിയ കഥയാ. ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ടെൻഡർ ഉണ്ട്, എല്ലാത്തിനും ലീഗലി ടെൻഡർ ഉണ്ട്. ഈ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് ഈ ഇതുപോലെ വിഴിഞ്ഞം പോർട്ട് പോലുള്ള ഇന്റർനാഷണൽ പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ടെൻഡറിന് ഫോർമാലിറ്റി ഉണ്ട്. ഈ ടെൻഡർ എടുക്കുന്ന ആൾക്കാർക്ക് ഇന്ന നിബന്ധനകളുള്ള ആളെ എടുക്കാവുന്നുണ്ട്. ഈ ഫോർമാലിറ്റി അനുസരിച്ച് എടുക്കാൻ പറ്റിയ ഒരാൾ ലോകത്ത് തന്നെ ഒരാൾ ഈ അദാനി മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒരാൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇയാളിത് കോട്ട് ചെയ്തില്ലെങ്കിൽ ഈ കാര്യം ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഇയാളെ കാണാൻ ഇവിടുന്ന് മുഖ്യമന്ത്രി പോയി. അവിടെ ചെന്ന് പറഞ്ഞ് തൊഴുത് പിടിച്ച് പറഞ്ഞ് ദൈവത്തെ ഓർത്തായിക്കോ, ഞങ്ങൾ അതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ടെൻഡറിന് വേണ്ടി പരസ്യം കൊടുക്കും, ഇദ്ദേഹം അത് എടുക്കണം, ഇദ്ദേഹം അത് നോട്ട് ചെയ്യണം. ആണ് പുള്ളി എടുത്തില്ല, പിന്നെ ആരെടുക്കാനാ? അന്നാ ഇവിടുത്തെ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നത് കണ്ടോ, അദാനിക്ക് കൊണ്ട് കൊടുത്തു, അദാനി എടുത്തില്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാനില്ല, അങ്ങനെ ചെയ്യാനില്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നിന്നു. അതിനുശേഷം അതൊരു പക്ഷെ അവരുടെ രാഷ്ട്രീയമായിരിക്കും. ഉമ്മൻചാണ്ടി ചെന്ന് കാലിൽ കയ്യിൽ പിടിച്ച് അദാനിയെ വിളിച്ചോണ്ട് വന്ന് അതിന് ഇതുപോലെ പറഞ്ഞ് എനിക്കിത് വയ്യ, നമ്മൾ പറയത്തില്ല, നമ്മുടെ ഇപ്പൊ നമ്മളെ കൊണ്ട് മാത്രമേ ഒരു കാര്യം നടക്കത്തുള്ളൂ, അപ്പം എനിക്കിത് വയ്യാന്ന് പറയും. അപ്പൊ അദ്ദേഹം നിബന്ധന വെച്ചു, ഞാനിത് പണിയാം, ഗവൺമെന്റ് എത്ര ശതമാനം കാശ് തരും. അപ്പൊ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും പൈസ മേടിച്ചിട്ട് ഒരു പക്ഷേ വളരെ കുറച്ച് പൈസ മാത്രം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അയാളെ ബിസിനസ് തുക അയാളത് പണിഞ്ഞു. പക്ഷെ അത് പണിയാനുള്ള സാധ്യത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു വികസനമാണ്. ദുബായ് പോർട്ട് പോലെ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനടുത്ത് കിടക്കുന്ന പോർട്ടുകളുടെ എല്ലാ കാട്ടിലും ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രഡ്ജിങ് വേണ്ട. അതായത് ഏറ്റവും വലിയ കപ്പലുകൾ അവിടെ വരാം, ബാക്കിയെടുത്ത് ആ ചെലവുണ്ട്. അപ്പൊ ആ വലിയൊരു ഇത് വരികയും കേരളത്തിന് ഇതൊരു വലിയ വികസനം. അത് ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നില്ല എന്നുള്ളതല്ല, ഇതിന്റെ ഫുൾ ഡ്രഡ്ജിൽ ഈ സാധനം, അല്ലെങ്കിൽ ഫുൾ സ്വിങ്ങിൽ ഈ സാധനം വന്നു കഴിയുമ്പോഴത്തേനെ അവിടെ വന്ന് രാജ്യാന്തര കപ്പലുകൾ മൊത്തവും വരും. അതിനനുസരിച്ച് ഇത് വരുമല്ലേ, അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ലോറി വരിക, അല്ലെങ്കിൽ ആ പ്രദേശം മൊത്തം ആ രീതിയിൽ വികസനം ഉണ്ടാവുക, എന്തിനു വേണ്ടി വരുമാനം വരാൻ പോകുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ പറയുമ്പോൾ അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ഭരണം പോയി, ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു. പിന്നെ അത് നടത്തിയെടുക്കുന്നതിനകത്ത് പിണറായി വിജയൻ എടുത്തിയ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ അദ്ദേഹത്തിനകത്ത്. നമ്മൾ എത്ര പറയുമ്പോഴും മറ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ തുലനം ചെയ്യുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിമാരെ വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് വേറെ ശൈലിയാണ്. അത് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ ആഗോളവൽക്കരണവും സംസ്ഥാനവൽക്കരണവും ഒക്കെ ഒന്നുമില്ല, പുള്ളിയെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി. അതാണല്ലോ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോ സമയത്തും ഈ ഹൈവേയുടെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യമൊക്കെ നടക്കാതെ വന്നു. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സ്വാധീനം,
അവിടെ ഇതൊന്നും നടത്താൻ അവർ സമ്മതിക്കത്തില്ല. അവർക്ക് അവിടെ അത്രയും വഴിയൊക്കെ മതി, അവർക്ക് അവരുടേതായ ലോകമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ദേശീയ വികസനം വന്നാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. കേരളത്തിലെ അല്ലെങ്കിൽ UDF വരുമ്പോൾ ഞങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ താല്പര്യത്തിനപ്പുറം കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വികസനം, ഈ പറയുന്ന ഹൈവേ വികസനം ഒക്കെ മുരടിച്ചു നിന്ന സമയത്ത് പോലീസിനെ ഇറക്കി ഇവിടെ ആ പറയുന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന അർത്ഥത്തിൽ വികസനത്തിന് വേണ്ടി വസ്തു എടുത്ത് ബലം പിടിച്ച് എടുത്തു കൊടുക്കുന്നതിന് സാധ്യമായ ഒരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ തന്നെ. അപ്പൊ നമ്മള് വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര പറയുമ്പോഴും ആക്ഷേപങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ശരിയോ തെറ്റോ എന്നതിനെ പറ്റിയൊന്നുമില്ല. മറ്റ് CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റുകളെ വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ പല കാര്യത്തിനകത്തും വികസനത്തിന്റെ കാര്യത്തിനകത്ത് ആർജവം എടുത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് താല്പര്യമുള്ള ആളാ. അതിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ വികസനം. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല, അദ്ദേഹം കുറെ ആരോപണങ്ങളും പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ, അല്ലാതെ ഇത് വേറെ ആരുടെയും കുഞ്ഞല്ല. ആരുടെ കുഞ്ഞാലും ഇപ്പം വളർത്തിയെടുത്തേക്കുന്ന പിണറായി വിജയനാ. കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്ന മാത്രമല്ലല്ലോ, അതിനെ വളർത്തിയെടുക്കുന്നതിനകത്താണല്ലോ പാട്. അപ്പം കുഞ്ഞിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പൊ ഈ കുഞ്ഞിനെ എടുത്ത് ഇപ്പൊ വളർത്തി ഒരു പരുവൊക്കെ ആക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരുവത്തിലേക്ക് കുഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞു, ഈ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സമയത്ത്, ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചില്ല കേട്ടോ, ഈ പുതിയ നമ്മുടെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ VD സതീശനെ വിളിച്ചില്ല. ഏതാണ്ട് ഒരു ചെറിയ കത്ത്, നമ്മളില്ലേ സഞ്ചയനത്തിന് കൊടുക്കുന്ന പോലെ കണ്ട് ചെറിയ കത്തേ കണ്ടു കൊടുത്തുള്ളൂ. അതുകൊണ്ട് പേപ്പറിനകത്തെ കണ്ട് കുറിച്ചിട്ട് വിഴിഞ്ഞം ഉദ്ഘാടനം ഇന്ന സമയത്താണെന്നുള്ള രീതിയിലേക്ക് പുള്ളിക്ക് പരിഗണനയൊന്നും കൊടുക്കാതെ ഒരു കുറിപ്പം കണ്ട് കൊടുത്തെന്നാ പുള്ളി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പോകുന്നില്ല, ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പുള്ളി ബഹിഷ്കരിച്ചിട്ട് പുള്ളി എന്ന് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ 4000 കോടി രൂപയുടെ അഴിമതി എന്ന് ആരോപിച്ചിരുന്നു ഈ പിണറായി വിജയൻ എന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയ ആളാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ പോർട്ടിന്റെ കാര്യം അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടത്തി, അതാരാന്ന് പുള്ളി പറയുന്നില്ല. പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും എന്നാ പുള്ളിയുടെ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ തീർന്നു. എന്താ റെയിൽവേ ലൈൻ തീരാത്തത്, എന്താ റോഡ് തീരാത്തത്? അപ്പം ഈ കേരളത്തിനകത്തുനിന്ന് ഈ പോർട്ടിന് വേണ്ടി തീർത്തു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും തീർത്തു കൊടുത്തിട്ടില്ല. അപ്പൊ പുള്ളി വലിയ പരാജയമാണ്, ഞങ്ങളായിട്ട് ഇത് കൊണ്ടുവന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്, ആ കുഞ്ഞിന്റെ പിതൃത്വമൊന്നും ഈ പറയുന്ന പിണറായി വിജയന് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ തന്ത ആരാന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നാട്ടിലിറങ്ങി പറയുമെന്നാണ് ഇപ്പൊ VD സതീശനും ഇന്നലെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത്. അതായത് ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ തന്ത ഈ പറയുന്ന ഉമ്മൻചാണ്ടിയാണ്, പിണറായി വിജയനല്ല. പുള്ളി എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കാണിക്കുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥ നീതുവിനറിയാമോ? എട്ടുകാലി മമ്മൂഞ്ഞി എന്തോ ഉണ്ടെങ്കിലും തന്റെയാന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഈ സീത എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്ന ഒരാൾക്ക്. അപ്പം എട്ടുകാലി മമ്മൂഞ്ഞിൻ അപ്പൊ ഈ ആന പ്രസവിച്ചു. ഇപ്പൊ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആരണ്ട് വന്ന് പറഞ്ഞു ഇതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു ശ്രീനാരായണ കുറുപ്പിയേട്ടന്റെ വീട്ടില് സീത പ്രസവിച്ചു. അന്നേരം പുള്ളി എന്തോ പറഞ്ഞാലും പറയുന്നത് എന്റെയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അതെ പ്രസവിച്ച് ആൺകൊച്ചാന്ന് പറഞ്ഞില്ല, കൊമ്പനാനിയാന്ന് പറഞ്ഞില്ല, കുട്ടി ആണാന്ന് പറഞ്ഞു. അതെന്റെയാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതുപോലെ ഇദ്ദേഹം ഏറ്റെടുക്കുമെന്നൊക്കെയാ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ദിവസങ്ങളിൽ തന്നെ മെയ് മാസം എനിക്ക് തോന്നുന്നു 1-ാം തീയതി 2-ാം തീയതി എങ്ങാണ്ട്, അത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചോളം ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ആര് നടപ്പാക്കി ആര് കൊണ്ടുവന്നാലും ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്. കേരളത്തിന് ഒരു വലിയ വികസനം അല്ലെങ്കിൽ കേരളത്തിന് നാളെക്കാലത്തെ ഒരു വലിയ പുരോഗതി അവിടെ നിന്നുണ്ടാകും. ആ പ്രദേശം മൊത്തം രക്ഷപ്പെടുന്ന ഒരവസ്ഥ, ആ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം ഉപജീവനത്തിന് പല മാർഗങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥ, വലിയ വലുപ്പത്തിൽ കേരളത്തിലെ ഖജനാവിലേക്ക് പൈസ വരുന്ന ഒരവസ്ഥ എല്ലാം ഉണ്ടാകും. ഏതായാലും നന്നായി വരട്ടെ. ആരുടെ കുഞ്ഞ് ആര് തന്ത എന്നുള്ളതിനെ പറ്റിയൊക്കെ ജനം തീരുമാനിക്കട്ടെ. യെസ്, അതാണ് പ്രശാന്ത് സാർ കൺക്ലൂഡ് ചെയ്തതാണ് ഒരു വലിയ പോസിറ്റിവിറ്റി എന്നുള്ളത്. എത്രയൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചാലും രാഷ്ട്രീയമായി നമ്മളെല്ലാം എത്രയൊക്കെ വിയോജിപ്പുകൾ കാണിച്ചാലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി സമർപ്പിക്കുന്നു എന്നുള്ളത്. എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ അത് കേരളത്തിന് ഒരു വലിയ നേട്ടമാകുമെന്ന് തന്നെ പ്രത്യാശിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.